നമസ്കാരം. ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് രസകരമായ മറ്റൊരു വിശേഷമാണ്. ഇന്ന് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞാൻ പുറത്തു വന്നപ്പോൾ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെയും പേറി നിൽക്കുന്ന 4 മാസം മാത്രം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനെയും തൻ്റെ വയറ്റത്ത് ഇട്ട് ഇങ്ങനെ കച്ച പോലെ ഒന്നുകൊണ്ട് കെട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു. എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ ഒരു പിക്ചർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിക്ചർ എടുത്ത് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് നിങ്ങളുമായിട്ട് അത് പങ്കുവയ്ക്കണമെന്ന് തോന്നിയത്. ഇവിടെ അമേരിക്കയിലെ കുടുംബജീവിതം താറുമാറിലാണ്. 40% കുടുംബം പിരിഞ്ഞു പോകുന്ന, ഡിവോഴ്സായി പോകുന്ന അനുഭവമാണ്. അതൊക്കെ ശരിയാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന അനേക വ്യക്തിജീവിതങ്ങൾ അമേരിക്കയിലുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന അനേക കുടുംബങ്ങളുണ്ട്. ഞാൻ കൂടുതലും മലയാളികളെക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷുകാരുമായിട്ടാണ് കൂടുതൽ സഹകരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഇടയിലുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ പങ്കെടുക്കുന്ന ഒരു ബൈബിൾ സ്റ്റഡിയിൽ അതിൽ ഞങ്ങൾ 100ഓളം പേരുണ്ട്. വളരെ പ്രഗത്ഭനായ ഒരു പ്രൊഫസറാണ് അവിടെ. അതിൻ്റെ വർഷങ്ങളായിട്ട് ഡാളസ് തിയോളജിക്കൽ സെമിനാരിയിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഒരു സെക്ഷൻ്റെ പഴയ നിയമത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും 50-50ലേറെയും വർഷങ്ങൾ ദമ്പതികളായി ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. 50 വർഷങ്ങൾ ദമ്പതികളായിട്ട്. അപ്പോൾ അവരെ അനുമോദിക്കാറുണ്ട്. ആനിവേഴ്സറി ദിവസം വെഡിങ് ആനിവേഴ്സറിക്കും അനുമോദിക്കാറുണ്ട്, അഭിനന്ദിക്കാറുണ്ട്. അങ്ങനെ 50 വയസ്സൊക്കെ ഉള്ളവർ പലരും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, 50 വയസ്സ് കഴിഞ്ഞവർ. അതുകൊണ്ട് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറകൾക്കൊക്കെ അത് സാധാരണമെങ്കിലും പണ്ടത്തെ തലമുറകൾ എപ്പോഴും വിശ്വസ്തരായി തന്നെ ദമ്പതികൾ തുടരുന്നത് നമുക്ക് കാണാം. അതുപോലൊരു കാഴ്ചയാണ് ഇന്നത്തെ കാഴ്ച മറ്റൊരു വിധത്തിലാണ്. അതായത് ഞാൻ ഈ എപ്പിസോഡിന് കൊടുത്ത ടൈറ്റിൽ തന്നെ ഗർഭഭാരം അമ്മയ്ക്കകത്തും കുഞ്ഞിൻ്റെ അച്ഛന് ഗർഭഭാരം പുറത്തും. കാരണം 10 മാസം ചുമന്ന്, അല്ലെങ്കിൽ 9+ മാസം ചുമന്ന് അമ്മ കുഞ്ഞിനെയും കൊണ്ട് നടക്കണം. അതിൻ്റെ ബുദ്ധിമുട്ടും ത്യാഗങ്ങളും എല്ലാം അഭിനന്ദനാർഹമായി. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. അമ്മയുടെ ഉദരത്തിൽ ജനിച്ചോ പറന്ന് അമ്മമാരുടെ കഷ്ടപ്പെട്ടാണല്ലോ നമ്മൾ ആ മാസങ്ങളിൽ കൊണ്ടു നടന്നത്, എന്നിട്ട് വേദന അനുഭവിച്ച് പ്രസവിച്ചത്. അത് കഴിഞ്ഞ് പിന്നീടുള്ള ഭാരം എല്ലാം അപ്പൻ ചുമക്കണം, അച്ഛൻ അല്ലെങ്കിൽ അപ്പൻ ചുമക്കണം. പ്രകൃതിയുടെയും മൃഗങ്ങളുടെ അല്ല, മനുഷ്യരെ ദൈവം അങ്ങനെയാണ് ആക്കി വെച്ചത്. സൃഷ്ടാവായ ദൈവം അങ്ങനെയാണ് ആക്കി വെച്ചത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്ക തുണയെ നൽകണം എന്നാഗ്രഹിച്ച് ദൈവം ഏദൻ തോട്ടത്തിൽ ആദ്യ ദമ്പതികളെ ദൈവം അങ്ങനെ ഉരുവാക്കി അവരെ ദാമ്പത്യത്തിലേക്ക് നയിച്ചു. അവരിലൂടെ സന്താന പരമ്പരകൾ ഉണ്ടാകണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അവർ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കി അതിന് ആധിപത്യം സ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അതൊക്കെ പല വിധത്തിലും തകിടം മറിഞ്ഞു. എന്നാൽ ആ വിഷയങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാലും ഞാൻ പെട്ടെന്ന് പറയട്ടെ, അങ്ങനെ പുരുഷനാണ് കാക്കേണ്ടതും കരുതേണ്ടതുമൊക്കെ ഭർത്താവാണ്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, അമ്മ 10 മാസം കുഞ്ഞിനെ ആ ഭാരം പേറി അകത്ത് നടന്നു. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് ധാരാളം ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ടുണ്ട് ആ കുഞ്ഞ് വളർന്നു വലുതാകുന്നവരെ. എന്നാൽ അപ്പനാണ് തീറ്റിപ്പോറ്റേണ്ടതും സംരക്ഷിക്കേണ്ടതും കാക്കേണ്ടതും എല്ലാം. അതിൻ്റെ ഒരു തെളിവായിട്ട്, അതിൻ്റെ ഒരു നല്ലൊരു മാതൃകയായിട്ടാണ് ഞാനിപ്പോൾ ഈ പിക്ചറിലിട്ടിരിക്കുന്ന ആ യുവാവിനെ കണ്ടത്. അദ്ദേഹത്തോട് ചോദിച്ചു,
ഈ കുഞ്ഞിന് എത്ര പ്രായമുണ്ട് പറഞ്ഞ് 4 മാസം. ഞാൻ ഭാര്യയുടെ കാര്യമൊന്നും ചോദിച്ചില്ല, കാരണം ഇവിടെ അമേരിക്കയിലും മറ്റുമൊക്കെ ആണെങ്കിൽ അധികം പേഴ്സണൽ ഇഷ്യൂസിലൊക്കെ നമ്മളൊന്നും കടക്കരുത്. അങ്ങനെ ചോദിക്കുന്നത് അത്ര ഉചിതമല്ല. വേണമെങ്കിൽ എനിക്ക് ചോദിക്കാമായിരുന്നു, കുറച്ചുകൂടെ ഞാൻ പരിചയപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ആ ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാണ്. എന്തായാലും പള്ളിയിൽ വന്ന ആ യുവാവ് തൻ്റെ കുഞ്ഞിനെ തൻ്റെ മാറിൽ ചേർത്ത് മാറോട് ചേർത്ത് കച്ചയിൽ കെട്ടി അങ്ങനെ ആരാധനയ്ക്ക് പള്ളിയുടെ വർഷിപ്പ് സർവീസിന് വന്നത് അതാണ് കൗതുകമായിട്ട് തോന്നിയത്. അപ്പോൾ മാത്രമല്ല, ഇവിടെ ഭാര്യയും ഭർത്താവും ഒത്തിരി സഹകരിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലൊക്കെ. ഞാൻ മലയാളികളെ കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങനെ ചെയ്യുന്ന യുവാക്കന്മാരായ പിതാക്കന്മാർ നമ്മുടെ ഇടയിൽ ഇപ്പോൾ മലയാളികളുടെ ഇടയിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൂടുന്നില്ല, ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ വന്ന് അവർ മറ്റുള്ളവരുടെ ജീവിത ഇത് കണ്ട് പരിചയപ്പെട്ടതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാലമാണല്ലോ, അതുകൊണ്ട് നാട്ടിലിരുന്നാലും ഇതൊക്കെ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇവിടെ സഹകരിക്കുന്ന ഒത്തിരി ദമ്പതികളുണ്ട്. ഭാര്യ ഒത്തിരി കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ പരിചരിക്കുമ്പോൾ ഭർത്താവ് അതിൽ നല്ലൊരു പങ്ക് ഭർത്താവും അത് ഏറ്റെടുത്ത് അവർ ഭാര്യയ്ക്കൊരു ഒരു സഹായകമായിത്തീരുന്ന അനുഭവം. ഉദാഹരണത്തിന് ഇന്ന് ആരാധനയ്ക്ക് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നപ്പോൾ ഭാര്യയും കൂടെ വന്നിട്ടുണ്ടാകാം, ഭാര്യയും അപ്പുറത്തെ സ്ത്രീകളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ എന്നാലും ആ കുഞ്ഞിൻ്റെ ഭാര്യയല്ലേ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ കൂടുതലും കുഞ്ഞിൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കാനും പരിചരിക്കാനും ഒക്കെ ബന്ധപ്പെടുന്നത്. എന്നാൽ ഞാൻ ബാക്കിയുള്ളത് ഞാൻ ചെയ്യാം, എന്നാലാവുന്ന വിധത്തിൽ ഞാനും അത് ചെയ്യാം, നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട എന്നുള്ള ആ നല്ല മനോഭാവത്തോടു കൂടിയായിരിക്കും ഈ ഭർത്താവ് ആ ചുമതല ഏറ്റെടുത്തത്. എന്തായാലും വളരെ അനുകരണീയമായ നല്ല ഒരു അനുഭവമായിട്ടും കൗതുകമേറുന്ന ഒരു കാഴ്ചയായിട്ടും കണ്ടതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ആ പിക്ചർ എടുക്കുകയും അതുപോലെ തന്നെ ഇതിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ അത് ഉത്തേജനമാകുന്നുവെങ്കിൽ, മറ്റുള്ളവരോട് പറയുവാൻ നിങ്ങൾക്കത് ഉത്തേജനമാകുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് ഷെയർ ചെയ്യേണ്ടവർ ഷെയർ ചെയ്യുക. ഇത് ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, പണം ഉദ്ദേശിച്ചൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത്. മാക്സിമം എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് പലതും നിങ്ങളുമായിട്ട് ഇതുവരെ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, മാർസലിൻ ജെ മൊറൈസ് യൂട്യൂബ് ചാനൽ ഗ്രൂപ്പ്. അത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ജിനോയ് ഇത് എഡിറ്റ് ചെയ്തിട്ട് അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലും മറ്റുമായിട്ട്. പക്ഷെ എന്നാലും എൻ്റെ കോണ്ടാക്ട്സിലുള്ളവർക്ക് അവരെല്ലാവരും അത് കാണണമെന്നില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ഞാൻ ഡയറക്റ്റായിട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എൻ്റെ ഈ വീഡിയോകൾ. അങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ വാട്സപ്പിലാണെങ്കിൽ 5 പേർക്കേ ഒരേ സമയത്ത് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ 5 പേര് ഒത്തിരി നേരം ഇരിക്കേണ്ടി വരുന്നു. അത് മാത്രമല്ല, ചിലപ്പോൾ അയച്ച ആൾ എപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അത് തീർന്നു വരെ ഇരിക്കണമെന്നില്ല. അതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും അത്യാവശ്യമൊന്നും മാറിപ്പോയാൽ വീണ്ടും ഒന്ന് തുടങ്ങുമ്പോൾ ഈ ഓർഡറിൽ വന്നെന്ന് വരില്ല. അയച്ചവർക്ക് തന്നെ പിന്നെയും ആ ഓർഡർ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ വന്നു വരാം. അതുകൊണ്ട് അറിയില്ല, ഓർക്കുന്നില്ല. ഓർമ്മയിൽ നിന്ന് ആർക്കാണ് അയച്ചതെന്നെല്ലാം ഇന്ന് ഓർക്കാത്തത് കൊണ്ട് വീണ്ടും അയച്ചു എന്ന് വരാം. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അതായത് എന്നാൽ എനിക്ക് എൻ്റെ ആ പരിചയത്തിലുള്ള ഒറ്റ ക്ലിക്കിൽ ഇതെല്ലാം അങ്ങോട്ട് പോകുമല്ലോ. ലിങ്കായിട്ട് ഇട്ട് കൊടുത്താൽ ലിങ്ക് അവർ ക്ലിക്ക് ചെയ്താൽ മതി, അവർക്കിത് കാണാൻ പറ്റും. അതിനുവേണ്ടിയാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. പക്ഷെ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ വേണ്ടപ്പെട്ട, എന്നോട് ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ആളുകൾ ഗ്രൂപ്പ് വിട്ടു. എൻ്റെ ഗ്രൂപ്പാണെന്ന് അറിഞ്ഞിട്ട് പോലും ചിലർക്ക് ഇതെന്താ വല്ല പ്രെയർ ഗ്രൂപ്പാണോ, അങ്ങനെയാണെങ്കിൽ വേണ്ട, നിങ്ങളുടെ പ്രെയർ ഗ്രൂപ്പ് ഒന്നും എനിക്ക് ആവശ്യമില്ല, അല്ലാതെ ഉള്ള സ്നേഹമൊക്കെ മതി. നിങ്ങളുടെ പ്രെയർ ഗ്രൂപ്പും നിങ്ങളുടെ വിശ്വാസവും അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല.
ആരെയും ഒന്നിനും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് അങ്ങനെയുള്ളതല്ലല്ലോ ജീവിതം. അടിച്ചേൽപ്പിക്കാനോ നിർബന്ധിക്കാനോ ആയിട്ടൊന്നുമില്ല. എല്ലാം അവരവരുടെ സ്വാതന്ത്ര്യത്തിനും അവർക്ക് ദൈവം കൊടുത്തുള്ള ബുദ്ധിക്കനുസരിച്ച് ദൈവത്തോടുള്ള കടപ്പാട് എല്ലാവർക്കും ഉണ്ടാകണം. എന്തായാലും അതനുസരിച്ച് ദൈവം കൊടുത്തിരിക്കുന്ന ബുദ്ധി ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുക എന്നേ ഉള്ളൂ. എന്തായാലും അതുകൊണ്ട് അങ്ങനെ ചിലർക്കൊക്കെ സംശയങ്ങളൊക്കെ തോന്നി. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്നു. എങ്ങനെ ഗ്രൂപ്പ് വേറെ ഒന്നിനും ആയിട്ടല്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ഇതുപോലെ ഒറ്റ ക്ലിക്കിന് എൻ്റെ വീഡിയോകൾ ഒന്ന് അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. താല്പര്യമുള്ളവർ മാത്രം കണ്ടാലും മതി, അല്ലാത്തവർ കാണണ്ട. ഓക്കെ, കേൾക്കുന്നതും ഒക്കെ ഞാനിതുവരെ സൗകര്യം പോലെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. മൈ ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു.